പന്താട്ടത്തിൽ പകച്ചതെന്നത് നേരാണ്. പക്ഷെ നിരാശയുടെ വർഷങ്ങൾ 18 പൊരുതാനൊരു തീനാളം അവർ കാത്തുവെച്ചിരുന്നു. ഇനിയും ഒരു അസ്തമയത്തിന് കാലവും കളിദൈവങ്ങളും ഒന്ന് കണ്ണടച്ചിരിക്കണം. ഇനിയും ഈ ക്രിക്കറ്റ് വസന്തകാലത്തിലെ മഞ്ഞു വീണൊരു സുന്ദര ദിനം അവർക്കായി കാത്തിരിക്കണം. ലക്നൌവിൽ ഉയർന്ന റൺമലയ്ക്ക് മുന്നിൽ ചങ്കുറപ്പ് കൊണ്ട് വെട്ടിപ്പിടിച്ചതാണ്. നിങ്ങൾ ആ ചരിത്രത്തിലേക്കൊന്ന് തിരിച്ചു നടന്നാൽ കണ്ണീര് വീണൊരു RCBയെ കാണാം. പക്ഷേ അത്രത്തോളം ത്രസിപ്പിച്ചതത്രയും ആ ചുവന്ന കുപ്പായത്തിലെ പോരാളികളാണ്. 18ാം നമ്പറിൽ ഒരു രാജാവിന്റെ 18ാം അംഗം മോഹത്തിന്റെ അതിർവരമ്പുകൾക്കും അപ്പുറമാണ്. പന്തിന്റെ ശതകത്തിൽ കോടിക്കണക്കിന് RCB ആരാധകരുടെ മനസ്സിലേക്കൊരു ചോദ്യമുയർന്നു. പടിക്കൽ കലമുടയ്ക്കുന്ന കാലത്തിന് ഇനിയും അവസാനമില്ല. പക്ഷേ അനുഭവത്തിന്റെ പാതകൾ കടന്നു വീഴാൻ മനസ്സില്ലാത്ത സംഘത്തിലേക്കൊരു പരിണാമം അത്രമേൽ അത് ത്രസിപ്പിച്ചതാണ്. പന്തിന്റെ തിരിച്ചുവരവും മാഷിന്റെ 67 ചേർത്ത് ലക്നൌ തട്ടകത്തിൽ 227 കൊണ്ടവർ ഞെട്ടിച്ചതാണ്. നിരാശ നിറഞ്ഞ RCBയുടെ മുഖത്തപ്പോഴും ഒരു പ്രതീക്ഷയുടെ വെട്ടം കാണാം. സാൾട്ടും കോഹ്ലിയും ചേർന്ന് എന്തൊരു തുടക്കമാണത്. 61ന്റെ കൂട്ടുകെട്ടിൽ സാൾട്ട് മടങ്ങിയതും ലിവിങ്സ്റ്റന്റെ വീഴ്ചയും പക്ഷെ കോഹ്ലിയിലേറി പുതുശ്വാസത്തിന്റെ നിമിഷങ്ങളാണ്. അർദ്ധശതകം പിന്നിട്ട രാജാവിന്റെ ഇന്നിംഗ്സിൽ നിന്നും അന്നത്തെ ആ 18കാരന്റെ വീറ് കാണാം. കോഹ്ലിയുടെ മടക്കത്തിൽ ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് വിധി എഴുതാത്തവരില്ല. പക്ഷേ യഥാർത്ഥ സമയത്തുണരുന്ന നായകത്വത്തിന്റെ ത്രില്ലർ പൂരമാണ് പിന്നെ അങ്ങോട്ട്. മായങ്കും ജിതേഷും ചേർന്നൊരു ലക്നൌ ധ്വംസനം. അംഗബലത്തിലെ പലരും പരീക്ഷണങ്ങൾ തുടർന്നെങ്കിലും ഇവിടെ ജയിക്കാതെ മടങ്ങില്ലെന്ന ബാംഗ്ലൂർ പോരാട്ടമാണ്. ഓവർ 4-ൽ ഡോർഖയെ തരിപ്പണമാക്കി നേടിയത് 74. ദിഗ്വേഷ് റാത്തിയുടെ ക്രിക്കറ്റ് മാന്യതയുടെ ലംഘനത്തിന് ജിതേഷ് അതിർത്തി കടത്തിയ വല്ലാത്തൊരു നിമിഷം. 33 പന്തുകളിൽ അയാളുടെ 85. അനായാസം കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകൾ താലോലിച്ച് RCB ടോപ്പ് 2-ൽ വീരോചിതം. ഡഗൌട്ടിലും ഗ്യാലറിയിലും ഒരുപോലെ ആഘോഷത്തിന് വർഷങ്ങളുടെ നീറുന്ന ഓർമ്മകളുടെ മുക്തഭാവമാണ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ക്രിക്കറ്റിന്റെ ചുവന്ന ചെകുത്താന്മാരുടെ വരവാണ്. കാത്തിരിപ്പിന്റെ നോവ് നനഞ്ഞൊരു മാധുര്യത്തിന്റെ പര്യവസാനമാണിനി ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പ്. ഫാൻബേസിനപ്പുറം കോഹ്ലിയുടെ ദൃഢകരങ്ങളിൽ മോഹക്കപ്പിന്റെ ലാളിത്യം പോലെ. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.